രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് വെറും പൊള്ളയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ബജറ്റിലെല്ലാം ആവർത്തനമായിരുന്നു. ബജറ്റിൽ വിശ്വാസ്യതയില്ല. ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവയ്ക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചു. സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഇത്തവണത്തെ ബജറ്റിൽ വെച്ചിട്ടില്ല എന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. 700 കോടിയാണ് സപ്ലൈകോയ്ക്ക് ബജറ്റിൽ വകയിരുത്തിയത്. അത്രയും കോടി സപ്ലൈകോയ്ക്ക് സർക്കാർ തന്നെ നൽകാനുമുണ്ട്. ഇത്തരത്തിൽ സർക്കാരിന്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഇത്തവണത്തെ ബജറ്റിൽ വെച്ചിട്ടുമില്ല. ഭൂനികുതിയിൽ വലിയ കൊള്ളയാണ് സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിപക്ഷം എതിരുമല്ല. പക്ഷേ 50% വർധനവാണ് ഉണ്ടായത്. സാധാരണക്കാരനായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയാണ് ഇത് നടപ്പിലാക്കുന്നത്. നികുതി പിരിവിൽ സർക്കാർ ഗൗരവതരമായി പരാജയപ്പെട്ടുവെന്നും വി.ഡി. സതീശൻ വിമർശിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകാൻ പോരുന്ന ക്രിയാത്മക ഇടപെടലാണ് കേരളത്തിന്റെ ഈ വാർഷിക പൊതുബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന സമീപനമാണ് 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ സമസ്ത മേഖലകളെയും വികസനോന്മുഖമായി സ്പർശിക്കുന്നതും സമതുലിതമായ ഉണർവ് എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതുമായ ബജറ്റാണിത്. സമഗ്ര വികസനത്തിനായുള്ള കേരളത്തിന്റെ സാമ്പത്തിക രേഖയാണിത്. അവകാശപ്പെട്ടത് നിഷേധിക്കുന്നതിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കളയാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നിലപാടുകളെ ബദൽ വിഭവ സമാഹരണത്തിന്റെ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കും എന്നതിന്റെ പ്രത്യാശാനിർഭരമായ തെളിവ് രേഖ കൂടിയാണ് ഈ ബജറ്റെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്.